Good morning. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓൾഡ് ഗോൾഡിൻ്റെ കേസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഡാഷ്ബോർഡ് മെനു ബാറിൽ ഓൾഡ് ഗോൾഡ് എന്ന് പറഞ്ഞ പേജ് സെലക്ട് ചെയ്യണം. ഈ പേജ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഔട്ട് ബോർഡ് ലിസ്റ്റുകളായിരിക്കും കാണിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ കൊടുത്തിരിക്കുന്ന ലിസ്റ്റുകളാണ്. അപ്പം നമ്മളിത് ഓരോ ബാച്ചായിട്ടാണ് സെലക്ട് ചെയ്യും. അപ്പം ആദ്യം ഇപ്പോൾ ഒരു പുതിയ ബാച്ച് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ന്യൂ ബാച്ച് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. ഈ ബട്ടണിൽ കയറി കഴിയുമ്പോൾ നമുക്ക് ഒരു പേജ് വരും, ആഡ് ബാച്ച് എന്ന് പറയുന്നത്. ഈ പേജിൽ കാണിക്കുന്ന ലിസ്റ്റുകൾ എന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റമർ ജുവലറിക്ക് ഓൾഡ് ഗോൾഡ് ഓരോ ബില്ലിനും കുറച്ച് ഓൾഡ് ഗോൾഡ് കൊടുക്കും, വേറൊരു ബില്ലിൽ വേറെ ഏതെങ്കിലും ദിവസവും ഓൾഡ് ഗോൾഡ് കൊടുക്കും. അങ്ങനെ പല ദിവസം പല ബില്ലും പല ദിവസമായിട്ട് കുറേ ഓൾഡ് ഗോൾഡ് കിട്ടും. ആ ഓൾഡ് ഗോൾഡിൻ്റെ ലിസ്റ്റ് മുഴുവനും ഈ പേജിലായിരിക്കും കാണിക്കുന്നത്. ഈ പേജിൽ നമുക്ക് ഇവിടെ സൈഡിൽ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടും ഒന്നിൽ കൂടുതലും ചെക്ക് ചെയ്യാം, അല്ല ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കാം. അപ്പം അങ്ങനെ ചെക്ക് ചെയ്തിട്ട് സേവ് ചെയ്ത ഐറ്റംസ് ആണ് ഈ ഔട്ട് ബൗണ്ട് ലിസ്റ്റിൽ കാണിക്കുന്നത്. ഈ ഔട്ട് ബൗണ്ട് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ കൊടുത്തിരിക്കുന്ന ലിസ്റ്റുകളാണ് ഈ പേജ് കാണിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ട്, ഞാൻ ജസ്റ്റിഫൈ ചെയ്ത് തിരിച്ച് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. തിരിച്ച് കിട്ടിയതാണെങ്കിൽ അത് റിപ്പോർട്ട് സെക്ഷനിലോട്ട് നോക്കോളും. അപ്പോൾ ഞാൻ പുതിയൊരു ബാച്ച് ക്രിയേറ്റ് ചെയ്യുകയാണ്. ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ഇവിടെ മിച്ചം ഒരു ലിസ്റ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ സെലക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഗ്രോസ് വെയിറ്റ് 7, നെറ്റ് വെയിറ്റ് 4. ഗ്രോസ് വെയിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോൺ വെയിറ്റും കൂടെ ആഡ് ചെയ്തിട്ടുള്ള വെയിറ്റ് ആണ് ഗ്രോസ് വെയിറ്റ്. നെറ്റ് വെയിറ്റ് അതിൻ്റെ കറസ്പോണ്ടിങ് മൈനസ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ നെറ്റ് വെയിറ്റ് 4. സേവ് ചെയ്യുന്നു. നമുക്കിവിടെ കാണാം ബാച്ച് നമ്പർ 108 ആയിട്ട്, ഫസ്റ്റിംഗ് ഡേറ്റ് 4, ഗ്രോസ് വെയിറ്റ് 7, നെറ്റ് വെയിറ്റ് 4. ജുവലറി ജസ്റ്റിഫയർ ജുവലറിക്കാണ് കൊടുക്കുന്നത്. ആക്ഷൻ ജസ്റ്റിഫൈ. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ കൊടുത്തു, ഇനി തിരിച്ച് ജസ്റ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഡാറ്റ എൻട്രി ചെയ്യണമല്ലോ, അതിനാണ് ജസ്റ്റിഫൈ എന്ന ബട്ടൺ കൊടുത്തിരിക്കുന്നത്. ഇത് കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു പോപ്പപ്പ് വിൻഡോ വരും. ഇവിടെ നമ്മൾ തിരിച്ച് കിട്ടിയ തങ്കത്തിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അപ്പം അന്നത്തെ ബോർഡിംഗ് റേറ്റ് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. 5000 കൊടുക്കാം. ബിഫോർ റസ്റ്റിംഗ് 4 ആയിരുന്നു. റിട്ടേൺ ഡേറ്റ് ഇപ്പം ഇന്നാണ് കൊടുത്തത്, ഇന്ന് തന്നെ കിട്ടി. അല്ലെങ്കിൽ ഇന്നലെ ആയിരുന്നു കൊടുത്തത്, ഇന്ന് കിട്ടി. റസ്റ്റിംഗ് ഡേറ്റ് 4 ജൂലൈ. മെൽറ്റ് വെയിറ്റ് ആണ്. ഇപ്പോൾ ഒരു 0.3 കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് റിട്ടേൺഡ് തങ്കം കുറയുന്നുണ്ട്. ടെസ്റ്റ് പീസ് നമ്മൾ ഒരുക്കാൻ ടെസ്റ്റ് പീസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാമിന് ഞാൻ 0.5 കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് റിട്ടേൺ തങ്കം കുറയും. ഡസ്റ്റ് ഒരു 0.1. ടച്ച് പെർസെൻറ്റേജ് 2%. ടച്ച് ഓഫ് ടെസ്റ്റ് പീസ് എന്ന് പറയുമ്പോൾ 1.3% കൊടുത്തിരിക്കുന്നു. അപ്പം ഞാനിവിടെ ആഡ് ചെയ്യാണ്. ഇത്രയും ഡീറ്റെയിൽസ് തിരിച്ച് കിട്ടിയ തങ്കത്തിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് സേവ് ചെയ്യാൻ പോവുകയാണ്. ആഡ് ചെയ്ത് കഴിയുമ്പം തിരിച്ചതിൻ്റെ നമ്മൾ സ്റ്റോക്കിലോട്ട് കയറും. സ്റ്റോക്കല്ല, ഒരു സപ്ലയറിലോട്ട് കയറും. ഇതാണ് അസ്റ്റിംഗ് റിപ്പോർട്ട്. അസ്റ്റിംഗ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുത്തതും തിരിച്ച് കിട്ടിയതിൻ്റെ മൊത്തം കാണാം. നമുക്കിപ്പം കാണാൻ സാധിക്കും. ലാസ്റ്റ് കയറ്റിയത് ബാച്ച് കോഡ് 108 ആണ്. അതിൻ്റെ അസ്റ്റിംഗ് ഡേറ്റ് 4 ജൂലൈ. ഔട്ട് ബൗണ്ട് 4 ഗ്രാം പോയി. റിട്ടേൺ ഡേറ്റ് ഇന്ന് തന്നെ വന്നു. ഇൻബൗണ്ട് തങ്കം, ഇത് ഗോൾഡും ഇത് തങ്കമാണ്. 3.100 തങ്കമാണ് തിരിച്ച് കിട്ടിയത്. സ്റ്റാറ്റസ് ഇൻബൗണ്ട്, തിരിച്ചെത്തിയിട്ടുണ്ട്. ഇത്രയാണ് ഓൾഡ് ഗോൾഡിൻ്റെ അകത്തുള്ളത്.